മക്കൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ. ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകിയും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ നിറച്ചും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്നേഹം കൊണ്ട് നമ്മൾ നൽകുന്ന ഈ സുരക്ഷിതത്വം നമ്മുടെ മക്കളെ ഒരു തീരാപരാജിതരാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്? സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെയും ചിന്താശേഷിയെയും എത്രത്തോളം തകർക്കുന്നുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അമിതമായ ലാളനദോഷങ്ങളെ മാത്രമേ ഉണ്ടാക്കൂ, ശിക്ഷണമാണ് ഗുണങ്ങളെ വളർത്തുന്നത് എന്ന് ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ മക്കളെ പ്രാപ്തരാക്കാതെ ഒരു കണ്ണാടിക്കൂട്ടിൽ അവരെ വളർത്തിയാൽ നാളെ ഈ ലോകം അവരെ ക്രൂരമായി തകർത്തുകളയും. നിങ്ങളുടെ മക്കൾ നാളെ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കണമോ അതോ ചെറിയൊരു പ്രതിസന്ധിയിൽ പോലും തകർന്നു പോകുന്ന ദുർബലരായി മാറണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ പെരുമാറ്റമാണ്. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ മോശക്കാരനാകുന്നില്ല, മറിച്ച് അവരെ വളർത്തുന്ന സാഹചര്യങ്ങളാണ് അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. മാതാപിതാക്കൾ അറിയാതെ ചെയ്യുന്ന 7 പ്രധാന തെറ്റുകൾ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കേവലം ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ മക്കളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന കഠിനമായ ചില ജീവിത സത്യങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മാതാപിതാക്കളുടെ ലോകം ആ കുട്ടിക്ക് ചുറ്റുമായി മാറുന്നു. വിശക്കുമ്പോൾ ഭക്ഷണം, കരയുമ്പോൾ കളിപ്പാട്ടം, അങ്ങനെ ചോദിക്കുന്നതിന് മുൻപേ എല്ലാം കൈകളിലേക്ക് എത്തിക്കാൻ നമ്മൾ മത്സരിക്കുകയാണ്. ഇവിടെയാണ് ആദ്യത്തെ വലിയ മനഃശാസ്ത്രപരമായ തെറ്റ് സംഭവിക്കുന്നത്. ഒരു കുട്ടി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ഷമയും കാത്തിരിക്കാനുള്ള കഴിവും നമ്മൾ ഇല്ലാതാക്കുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ചോദിക്കുന്നതെല്ലാം നിമിഷനേരം കൊണ്ട് മുന്നിലെത്തുമ്പോൾ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഇത്ര എളുപ്പത്തിൽ കിട്ടുന്നതാണെന്ന ഒരു തെറ്റായ ചിന്ത അവരുടെ മനസ്സിൽ വളരുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം ഇതല്ല. പുറംലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് തഴയപ്പെടലുകളും കാത്തിരിപ്പുകളും നേരിടേണ്ടി വരും. ഒരു ജോലിക്കായോ ജീവിതത്തിലെ ലക്ഷ്യത്തിനായോ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമ്പോൾ ഈ കുട്ടികൾ പെട്ടെന്ന് തളർന്നു പോകും. കാരണം ജീവിതത്തിലൊന്നും കാത്തിരുന്ന് നേടി ശീലമില്ലാത്ത അവർക്ക് തോൽവികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കഷ്ടപ്പാടുകളുടെ മൂല്യം മനസ്സിലാകണമെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കരുത് എന്ന് ചാണക്യൻ പറഞ്ഞത് വെറുതെയല്ല. മക്കൾക്കെല്ലാം നൽകുകയല്ല, മറിച്ച് പലതും നേടിയെടുക്കാൻ തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് അവർ സ്വയം തെളിയിക്കണം. ഒരു കളിപ്പാട്ടം വേണമെങ്കിൽ അവർ അതിനായി കുറച്ചു ദിവസം കാത്തിരിക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നല്ല പെരുമാറ്റമോ പഠനത്തിലെ പുരോഗതിയോ കണ്ടതിന് ശേഷം മാത്രം അതൊരു സമ്മാനമായി നൽകുക. അപ്പോൾ മാത്രമേ ആ വസ്തുവിൻ്റെയും അതിന് പിന്നിലെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും വില അവർ മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വലിയ തെറ്റുകുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെട്ട് അവരെ അമിതമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. സ്കൂളിൽ വെച്ച് കുട്ടിക്കൊരു വഴക്കുണ്ടായാലോ അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നാലോ ഉടൻ തന്നെ നമ്മൾ ഓടിച്ചെന്ന് കുട്ടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ജീവിതത്തിൽ വരാവുന്ന ചെറിയ പരാജയങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവരെ ഒരു പരിച പോലെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് മനഃശാസ്ത്രത്തിൽ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഹെലികോപ്റ്റർ പോലെ മുകളിൽ പറന്നു നടന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ചെറിയ വീഴ്ചകൾ പോലും നമ്മൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ പ്രശ്നങ്ങൾ നേരിടാനോ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ജീവിതത്തിലെ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പോലും സ്വന്തം കാലിൽ നിൽക്കാൻ ഭയക്കുന്നവരായി അവർ മാറുന്നു. ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓർക്കണം. കുഞ്ഞുങ്ങളെ ആകാശത്തേക്ക് തള്ളിവിടുമ്പോൾ മാത്രമാണ് അവ ചിറകുകളുടെ ശക്തി തിരിച്ചറിയുന്നത്. അതുപോലെ കുട്ടികൾ ചെറിയ പരാജയങ്ങൾ നേരിടട്ടെ, കൂട്ടുകാരുമായുള്ള പിണക്കങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ. വഴക്കുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും മനുഷ്യസഹജമായ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കണം. മാതാപിതാക്കൾ എപ്പോഴും അവരുടെ രക്ഷകരായി മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. എന്ത് തെറ്റ് ചെയ്താലും രക്ഷിക്കാൻ അച്ഛനും അമ്മയുമുണ്ടെന്ന ചിന്ത അവരെ ഭാവിയിൽ ഉത്തരവാദിത്തമില്ലാത്തവരും അഹങ്കാരികളുമാക്കി മാറ്റിയേക്കാം. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മാതാപിതാക്കൾ തങ്ങളുടെ പരാജയങ്ങളും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും മക്കളിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. തനിക്ക് ഡോക്ടറാകാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് മകനെ നിർബന്ധിച്ച് അതിലേക്ക് തള്ളിവിടുന്നു. അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾ മകളിലൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മനോഭാവം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവുകളും സ്വപ്നങ്ങളും ശ്വാസം മുട്ടി ഇല്ലാതാവുകയാണ്. ഓരോ കുഞ്ഞും ജനിക്കുന്നത് സവിശേഷമായ കഴിവുകളുമായാണ്. എന്നാൽ അവരെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ് തകരുന്നത്. അയൽവക്കത്തെ കുട്ടിക്ക് നല്ല മാർക്കുണ്ടെന്നും നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നും ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ തന്നോട് തന്നെ വെറുപ്പുണ്ടാകുന്നു. നിരന്തരമായ താരതമ്യങ്ങൾ കുട്ടികളിൽ അസൂയയും അപകർഷതാബോധവും കടുത്ത മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നു. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യന്ത്രമായി അവർ മാറുന്നു. സ്വന്തം സന്തോഷം എന്താണെന്ന് പോലും അവർ മറന്നുപോകുന്നു.
ഒരു വ്യക്തിയെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് അയാളുടെ ആത്മാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടി മറ്റാരെയും പോലെയല്ല, അവനായിരിക്കാൻ തന്നെ അനുവദിക്കണം. അവന്റെ പോരായ്മകൾ തിരുത്താൻ സഹായിക്കുക, അല്ലാതെ മറ്റൊരാളുടെ വിജയത്തിന്റെ അളവുകോൽ വെച്ച് അവന്റെ ജീവിതത്തെ അളക്കരുത്. മാതാപിതാക്കളുടെ അമിതമായ പ്രതീക്ഷകളുടെ ഭാരം ചുമക്കുന്ന കുട്ടികൾ പലപ്പോഴും വഴിതെറ്റിപ്പോകാനോ വിഷാദത്തിന്റെ ഇരുട്ടിലേക്ക് വീണുപോകാനോ സാധ്യതയേറെയാണ്. വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന പണത്തിന്റെയും സൗകര്യങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായൊരു അതിർവരമ്പുണ്ടായിരിക്കണം. പണവും ആഡംബര വസ്തുക്കളും വാങ്ങി നൽകിയാൽ കുട്ടികൾ സന്തോഷമുള്ളവരായി തീരുമെന്ന് പല മാതാപിതാക്കളും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പണം കൈകാര്യം ചെയ്യാൻ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിന്റെ മൂല്യം ഒരിക്കലും മനസ്സിലാവില്ല. പണത്തിന്റെ അഹങ്കാരം ചെറുപ്പത്തിലെ തലയ്ക്ക് പിടിച്ചാൽ അവർ മനുഷ്യരെക്കാൾ വില കൽപ്പിക്കുന്നത് ഭൗതികമായ വസ്തുക്കൾക്കായിരിക്കും. ജീവിതത്തിലെ സ്നേഹബന്ധങ്ങൾക്ക് അവർ യാതൊരു പ്രാധാന്യവും നൽകില്ലെന്നതാണ് സത്യം. അർഹതയില്ലാത്ത സമ്പത്ത് ഒരുവന്റെ നാശത്തിന് കാരണമാകുമെന്ന് ചാണക്യൻ പണ്ടേ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുക. ആഡംബരങ്ങൾ ഒരിക്കലും അവരുടെ അവകാശമല്ല, മറിച്ച് അതൊരു ബോണസ് മാത്രമാണെന്ന് അവർ തിരിച്ചറിയണം. പണം സമ്പാദിക്കാൻ നിങ്ങൾ എത്രമാത്രം വിയർപ്പൊഴുക്കുന്നുണ്ടെന്ന് അവർ കാണുകയും അറിയുകയും ചെയ്യണം. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് മക്കളോട് തുറന്നു സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോഴാണ് അവരിൽ ഉത്തരവാദിത്തബോധം വളരുന്നത്. ഇന്ന് പല കുട്ടികളും വഴിതെറ്റിപ്പോകുന്നതിന്റെ പ്രധാന കാരണം അവരുടെ കൈകളിൽ അനാവശ്യമായി പണം എത്തുന്നതുകൊണ്ടാണ്. പണം കൊണ്ട് എന്തിനേയും വിലയ്ക്ക് വാങ്ങാം എന്ന ചിന്ത അവരിൽ വളരുമ്പോൾ നിയമങ്ങളെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ അവർ മറന്നുപോകുന്നു. സ്വന്തം ആവശ്യങ്ങൾ നിയന്ത്രിക്കാനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും കുട്ടികളെ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് എത്ര വലിയ സമ്പത്തുണ്ടായാലും ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ കഴിയില്ല. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തെ തെറ്റ്, അതായത് കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പങ്കാളിയോട് വഴക്കിടുകയും വീട്ടിൽ അശാന്തിയുടെ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. മാതാപിതാക്കൾ പരസ്പരം ബഹുമാനമില്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ ബന്ധങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. വീട് എന്നത് അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടമായിരിക്കണം. എന്നാൽ അവിടെ എപ്പോഴും അലർച്ചയും ദേഷ്യവും നിസ്സഹകരണവുമാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ മാനസികമായി തകർന്നുപോകും. അവരുടെ മനസ്സിൽ ഭയവും ഉത്കണ്ഠയും പതുക്കെ വളരും. അശാന്തമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് വൈകാരികമായ സ്ഥിരത കുറവായിരിക്കുമെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പുറത്ത് അവർ അക്രമാസക്തമായി പെരുമാറാനോ അല്ലെങ്കിൽ പൂർണ്ണമായും നിശബ്ദരായി സ്വന്തം ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകാനോ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ കുട്ടികളുടെ പഠനത്തെയും അവരുടെ സുഹൃദ്ബന്ധങ്ങളെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കും. ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് ആ വീട്ടിലെ മക്കളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന ചാണക്യന്റെ വാക്ക് നമ്മൾ എന്നും ഓർക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അവർക്ക് മുന്നിൽ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നതിലൂടെ എങ്ങനെയാണ് ആരോഗ്യകരമായ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അവർ നിങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കട്ടെ. ആറാമത്തെ വലിയ തെറ്റുകുട്ടികൾക്ക് കൃത്യമായ അതിർവരമ്പുകളും അച്ചടക്കവും നിശ്ചയിച്ചു നൽകാതിരിക്കുന്നതാണ്. കുട്ടികൾ ചെയ്യുന്നതെന്തും അവരുടെ കുസൃതിയായി കണ്ട് ചിരിച്ചു തള്ളുന്ന ഒരു കൂട്ടം മാതാപിതാക്കളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് മറ്റുള്ളവരോട് മോശമായി പെരുമാറിയാലും മുതിർന്നവരെ പരിഹസിച്ചാലും അത് തിരുത്താൻ പലരും തയ്യാറാകാറില്ല. അവൻ ചെറിയ കുട്ടിയല്ലേ, വളരുമ്പോൾ മാറിക്കോളും എന്ന ചിന്തയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. എന്നാൽ കുട്ടിക്കാലത്ത് രൂപപ്പെടുന്ന ശീലങ്ങൾ മുതിർന്നാലും മാറില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. അച്ചടക്കമില്ലായ്മ അവരെ ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ വളർത്തും. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം അവർക്ക് നഷ്ടപ്പെടും. 5 വയസ്സുവരെ കുട്ടികളെ അമിതമായി ലാളിക്കാം, എന്നാൽ 10 വയസ്സുവരെ അവരെ കർശനമായ അച്ചടക്കത്തിൽ വളർത്തണം. 16ാമത്തെ വയസ്സിൽ അവരെ ഒരു സുഹൃത്തിനെപ്പോലെ കാണണം എന്ന് ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് കൃത്യമായി പറഞ്ഞുകൊടുക്കാനുള്ള ആർജവം മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. അവരെ ഉപദ്രവിക്കുക എന്നതല്ല ഇതിന്റെ അർത്ഥം, മറിച്ച് നിങ്ങളുടെ വാക്കുകളിൽ കൃത്യമായ ഒരു ദൃഢതയുണ്ടായിരിക്കണം. നിയമങ്ങളും പരിധികളും ലംഘിച്ചാൽ അതിന് കൃത്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നവർ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അവർ സമൂഹത്തിലെ നിയമങ്ങളെയും മറ്റുള്ളവരുടെ അതിരുകളെയും ബഹുമാനിക്കാൻ പഠിക്കൂ. 7ാമത്തെയും ഏറ്റവും മാരകവുമായ തെറ്റ്, മക്കൾക്ക് നിങ്ങളുടെ പണവും സൗകര്യങ്ങളും നൽകുമ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം നൽകാൻ മറന്നുപോകുന്നു എന്നതാണ്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ പല മാതാപിതാക്കളും മക്കൾക്കൊപ്പമിരുന്ന് സംസാരിക്കാനോ അവരുടെ വിശേഷങ്ങൾ കേൾക്കാനോ സമയം കണ്ടെത്തുന്നില്ല. ഇതിനു പകരമായി അവരുടെ കൈകളിൽ മൊബൈൽ ഫോണുകളോ ടാബ്ലറ്റുകളോ വെച്ചുകൊടുക്കുന്നു. ഇത് കുട്ടികളുടെ വൈകാരിക വളർച്ചയെ പൂർണ്ണമായും തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഗാഡ്ജറ്റിനും അമ്മയുടെയോ അച്ഛന്റെയോ സ്നേഹത്തിന് പകരമാകാൻ കഴിയില്ല. നിങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഡിജിറ്റൽ ലോകത്തിലേക്ക് അഭയം പ്രാപിക്കുകയും അവിടെയുള്ള തെറ്റായ സ്വാധീനങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി പല വിനാശകരമായ വഴികളും തിരഞ്ഞെടുത്തേക്കാം.
അവസാനം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കഠിന സത്യമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ആവശ്യം നിങ്ങളുടെ സമ്പത്തോ ആഡംബരങ്ങളോ അല്ല, മറിച്ച് അവരുടെ കുഞ്ഞു സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്ന, അവരുടെ വിജയങ്ങളിൽ തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യമാണ്. ജീവിതം ഒരു തിരിഞ്ഞുനോട്ടമാണ്. ഇന്ന് നിങ്ങൾ അവർക്കായി സമയം മാറ്റിവെച്ചില്ലെങ്കിൽ നാളെ അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടാകുമ്പോൾ അവർ നിങ്ങളുടെ അരികിലുണ്ടാകില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക. ഒപ്പം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക. ശരിയായ ശിക്ഷണത്തിലൂടെയും ആഴത്തിലുള്ള സ്നേഹത്തിലൂടെയും മാത്രമേ മികച്ചൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ. ഉത്തമരായ മാതാപിതാക്കളാകുക എന്നത് ഒരു വലിയ കലയാണ്. അത് തിരിച്ചറിവോടെ പ്രാവർത്തികമാക്കുക.